മൃഗങ്ങളുടെ ചൂഷണത്തിന് ഇന്ന് പലരും പല രീതിയിൽ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. സ്കൂളിൽ സയൻസ് പഠിച്ചിട്ടില്ലേ? സയൻസിൽ ഫുഡ് ചെയിൻ എന്നുള്ളൊരു ഭാഗം നമ്മൾ പഠിക്കുന്നുണ്ട്. ഫുഡ് ചെയിനിൽ പറയുന്നുണ്ട് വ്യക്തമായി, പുഴുവിനെ പക്ഷികൾ കഴിക്കുന്നു, പക്ഷിയെ പാമ്പ് കഴിക്കുന്നു. മനുഷ്യന്മാര് മൃഗങ്ങളെ സെക്ഷലി അബ്യൂസ് ചെയ്ത് ബ്രീഡ് ചെയ്തുണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ജീവിതകാലം മൊത്തം കൂട്ടിലടച്ച് ഒരു ദയം ദാക്ഷിണില്ലാണ്ട് കഴുത്തറുത്ത് കൊല്ലുന്നു. ഇത് ഫുഡ് ചെയിൻ എന്നല്ല. ഭൂരിഭാഗം മനുഷ്യന്മാർക്കും കൊല്ലുന്ന ഇഷ്ടമല്ല, മാത്രമല്ല കൊല്ലുന്ന വീഡിയോ കാണാൻ പോലും താല്പര്യമില്ല. ജീവികളിൽ ഓംനിവോറസ് ഉണ്ട്, ഹെർബിവോറസ് ഉണ്ട്, കാർണിവോറസ് ഉണ്ട്. ഈ 3 തരങ്ങളായി ശാസ്ത്രം തിരിച്ചത്. ഈ 3 രീതിയിലും ഭക്ഷണം കഴിക്കാം. ഈ കാറ്റഗറിയിലൊക്കെ പെടുന്ന ഒരു ജീവിയും മറ്റൊരു ജീവിയുടെ പാല് മോഷിച്ച് കുടിക്കുന്നില്ല. സയന്റിഫിക് ആയ ഒരുപാട് പീർ റിവ്യൂ ചെയ്ത റിസർച്ചിൽ സ്ഥാപിച്ചാണ് നമുക്ക് ആരോഗ്യത്തോടെ ജീവിക്കാൻ ഇറച്ചി, മീന്, പാല്, മുട്ട, തേന് ഇതൊന്നും കഴിക്കേണ്ട കാര്യമില്ല. പിന്നെ മനുഷ്യന്മാർക്ക് മനുഷ്യത്വം വേണം. പല മൃഗങ്ങളും സ്വന്തം സ്പീഷീസിലുള്ള കുഞ്ഞിനെ പോലും കൊല്ലുന്നുണ്ട്. സെക്സിൽ ഏർപ്പെടുമ്പോൾ കൺസെന്റ് ചോദിക്കാറില്ല. മനുഷ്യന്മാർ അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇനി നമുക്ക് ഈ കൂർത്ത പല്ല് എന്തിനാണ്? അത് കടിച്ചു പറിച്ച് മാംസങ്ങൾ കഴിക്കാനുള്ളതാണ്. കൂർത്ത പല്ല് ഉപയോഗിച്ച് മൃഗങ്ങൾ വേവിക്കാത്ത മാംസം കടിച്ചു പറിക്കുന്നത് നിങ്ങളെ കൊണ്ട് സാധിക്കുമോ? ഇല്ലല്ലോ. അവർക്ക് ഇഷ്ടമുള്ളത് കഴിക്കാം, അവരുടെ ഇഷ്ടമാണ്. ഇനി നമ്മൾ ബാക്കിയുള്ള അവകാശങ്ങൾ ഇടപെടേണ്ട ആവശ്യമൊന്നുമില്ല. ഏത് വസ്ത്രം ധരിക്കണം, മരത്തിൽ വിശ്വസിക്കണോ വേണ്ടേ, ഇതൊക്കെ തീരുമാനിക്കാനുള്ള അവകാശം ഒരു മനുഷ്യന് വേണം. പക്ഷേ ഒരാളെ ചൂഷണം ചെയ്യാന്ന് പറയുന്നത് മനസാക്ഷിക്ക് നിരക്കാത്ത കാര്യമാണ്. അത് നമ്മുടെ അവകാശമൊന്നുമല്ല.